ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മളിപ്പോൾ ഉള്ളത് ബാവലി ചെക്ക് പോസ്റ്റിനടുത്തുള്ള റിജണ്ട റിസോർട്ടിലാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കേരള കർണാടക ബോർഡറിലാണ്. ഇതിപ്പോൾ ഈ റിസോർട്ട് ഉള്ളത് കർണാടകത്തിലാണ്. നമ്മളിപ്പോൾ ആ റിസോർട്ടിൽ നിന്ന് ഒരു നാഗറോള കങ്കനോട് സഫാരി പാർക്കിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അവിടുന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പോകാനുള്ള പരിപാടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. റിസോർട്ടിൽ സ്വിമ്മിംഗ് പൂള് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇവിടെ തന്നെ നിന്ന് ആസ്വദിക്കാൻ കുറേ ഗാർഡനും ഇത് എല്ലാം ഉണ്ട്. രാവിലെ ഇവിടുത്തെ ചില ഭാഗങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഏകദേശം ഒരു 11 മണിക്കൊക്കെ ഇവിടുന്ന് ആദ്യമായിട്ട് ഇവിടുന്ന് തിരിച്ച് കേരളത്തിലേക്ക് ബോർഡറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ബാവലി ചെക്ക് പോസ്റ്റിൻ്റെ അടുത്താണ്. അപ്പോൾ ഏകദേശം ഒരു 11 മണിക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാം എന്നുള്ള പരിപാടിയിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് നേരെ പോകാൻ ഉദ്ദേശിക്കുന്നത് കുറുവ ഐലൻഡിലേക്കാണ്. കുറുവ ഐലൻഡിലേക്ക് പോയിട്ട് തിരിച്ച് നാഗർഹോള കങ്കനാക്കോട്ട് സഫാരി പാർക്കിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. അങ്ങനെയാണ് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതേമാതിരി യാത്ര തുടരാനാണ് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് ഒന്ന് പുറത്ത് ഗാർഡനിലൊക്കെ ഒന്ന് നടക്കാം എന്ന് വിചാരിച്ചു നടന്നുകൊണ്ടിരിക്കുന്നു. മഴ ആയതുകൊണ്ട് ചെറിയൊരു പ്രശ്നം തൽക്കാലം ഉണ്ട്. ഇവിടുന്ന് വിട്ടാൽ കാര്യമായിട്ട് മഴയൊന്നും ഇല്ല. പുറത്തിറങ്ങിയാൽ നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങണം എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന കുറുവ ഐലൻഡിലേക്കുള്ള ചങ്ങാടം വഴിയുള്ള ഐലൻഡിലേക്ക് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അത് അവർ കയറ് കെട്ടിയിട്ട് അതിന്മേൽ കയറിയിട്ട് അതിൻ്റെ ഡ്രൈവേഴ്സ് ഉണ്ട്, ചങ്ങാടത്തിൻ്റെ ഡ്രൈവർ. അവരത് വലിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ല സാധാ മാതിരി തുഴഞ്ഞാൽ അതിലെ പോകുന്നൊന്നുമില്ല. അത് ഏകദേശം ഒഴുക്കുള്ള സ്ഥലമാണ്. അപ്പോൾ അവർ ഇവിടുന്ന് അങ്ങോട്ടേക്ക് കയറ് കെട്ടിയിട്ട് അവർ വലിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സ്റ്റൈല് എന്ന് തോന്നുന്നത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഐലൻഡിലേക്ക് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഏകദേശം നമ്മളെ ഫോറസ്റ്റിലേക്കുള്ള ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലെ യാത്ര തുടർന്ന് ഇത് ഏകദേശം ഒരു ടീ ഫോറസ്റ്റ് ആണ് സംഭവം. ഇത് രാവിലെ ഒരു 11-11:30 ആയതുകൊണ്ട് തൽക്കാലം ആനിമൽ ഒന്നും കാണുന്നില്ല, മൃഗങ്ങളൊന്നും കാണുന്നില്ല. ചില സ്ഥലങ്ങളിൽ പിക്കോക്ക്, അതേമാതിരി മാനുകൾ അങ്ങനെയൊക്കെ കുറച്ച് ദൂരത്തായിട്ട് കാണുന്നുണ്ട്. നേരെ അടുത്തൊന്നും കാണുന്നില്ല. അപ്പോൾ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ്.
അടുത്തതായിട്ട് നമ്മൾ നേരെ കുറുവയിലെത്തിയിട്ട് അവിടുന്ന് ഏകദേശം ഒരു 2 മണിക്കൂർ അവിടെ 1.5 മണിക്കൂർ കഷ്ടിച്ച് മഴ പെയ്തില്ലെങ്കിൽ അവിടുന്ന് 1.5 മണിക്കൂർ അവിടെ നിൽക്കും. അങ്ങനെ നമ്മളിപ്പോൾ ഡ്രൈവിംഗ് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഇതിൽ യാത്ര ചെയ്യാൻ രാവിലെ ആയതുകൊണ്ട് വേറെ ആരുമില്ല. ഇപ്പോൾ നമ്മൾ സഫാരി പാർക്കിൽ എത്താൻ പോവുകയാണ്. അവിടുന്ന് സഫാരി പോകാനുള്ള വാഹനങ്ങളാണ് ഇത്. കുറേ വിദേശികളും എല്ലാം ഉണ്ട്. അപ്പോൾ കയറിയിട്ട് ഇതാണ് അവർ ബുക്ക് ചെയ്യാനുള്ള ഓൺലൈൻ ബുക്കിങ്. അവിടെ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് പോകാൻ കഴിയുള്ളൂ. അല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് പെട്ടെന്ന് കിട്ടത്തില്ല. രാവിലെ ഫസ്റ്റ് സഫാരി ഏകദേശം ഒരു 8 മണിക്ക് അവിടെ എത്തിയാൽ ഒരു 11 മണി 10:30ക്ക് തിരിച്ചു വരും. അടുത്തത് ഒരു 11 മണിക്ക് പോയാൽ ഒരു 1 മണിക്ക് ഉള്ളിൽ തിരിച്ചു വരും. പിന്നെ അത് കഴിഞ്ഞ് 2 മണിക്ക് പോയാൽ ഒരു 4:30ക്ക് തിരിച്ചു വരും. അവിടെ പോകാൻ ഇതൊക്കെ അവിടെ വന്ന വാഹനങ്ങളാണ്. അവിടെ പോകാൻ ഏറ്റവും നല്ല ടൈം ഒന്നെങ്കിൽ പുലർച്ചെ എത്തണം, അല്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു 4 മണിൻ്റെ ശേഷം പോയാൽ എല്ലാം അനിമൽസ് എല്ലാം കാണാവുന്നതാണ്. ടൈഗർ, എലിഫൻറ്റ്, അതുപോലെ മറ്റെല്ലാ മൃഗങ്ങളും. അപ്പോൾ നമ്മൾ ഇത് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം.